അല്ല, ഇതിൽ ഡിജിറ്റൽ തെളിവിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം അതിൽ പ്രധാനമായിട്ടുള്ളത് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത്. അത് എന്തുകൊണ്ടാണ് നമ്മളത് പ്രത്യേകിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് ഹാഷ് വാല്യൂ മാറിയതിൽ ദിലീപിന് യാതൊരു പങ്കുമില്ല. ദിലീപ് അതിലൊരു പെറ്റീഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, മൂവ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദിലീപിന് അതിൽ യാതൊരു പങ്കും, ഹാഷ് വാല്യൂ മാറിയാൽ അവർക്ക് പങ്കില്ല എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ തന്നെ അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. അത് ഹൈക്കോടതി വിജിലൻസ്, നടിയുടെ പരാതിയിൽ ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ചിരുന്നു. പിന്നീട് അതുകൂടാതെ ഈ ട്രയൽ നടത്തിയ സെഷൻസ് കോടതി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നു. ഇത് രണ്ടിലും ഇത് ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നുമല്ല, കോടതി ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണെന്ന് വളരെ വ്യക്തമായിട്ട് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകുകയും ആ റിപ്പോർട്ട് ഈ അതിജീവിതയ്ക്കും അത് പ്രോസിക്യൂഷൻ്റെ കയ്യിൽ തന്നെ നൽകിയിട്ടുള്ളതുമാണ്. അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ദിലീപിനെ ഇതിൽ ഇതാക്കാനുള്ള കാര്യമില്ല. കോടതി നമ്മൾ കോടതിയുടെ നിലപാടിനോട് ചേർന്നതാണ് ഞാൻ പറയുന്നത്. കോടതി അന്വേഷണം 2 തവണ അന്വേഷണം നടത്തിയതാണ്. പക്ഷേ അതിൽ അതിജീവിതയ്ക്ക് ഗ്രീവൻസ് ഉണ്ട് ഇപ്പോഴും. കാരണം കോടതി ജീവനക്കാരും അതെടുത്ത് വെച്ച് അങ്ങനെ കാണാൻ പാടില്ലായിരുന്നു. അത് മഹാവൃത്തികേടെന്ന് തന്നെ പറയേണ്ട കാര്യം. നമ്മളിതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഇനി അന്വേഷണം നടക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അത് അന്വേഷണം നടക്കേണ്ടതാണ്. നടത്തിയത് എന്തുകൊണ്ട് കോടതി ജീവനക്കാർ ആക്സസ് ചെയ്യാൻ ഇടയായി എന്നുള്ളത്, ഏത് സാഹചര്യത്തിൽ അവർക്ക് അതിന് അനുമതി കിട്ടിയെന്നൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കുകയും നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ടത്. ആ നടിയുടെ കാര്യത്തിൽ നിന്നല്ല, ആരുടെ കാര്യത്തിലും ഇങ്ങനൊരു വൃത്തികേട് നടക്കാൻ പാടില്ല എന്നുള്ളത്. അതും ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് ഇത് ഉണ്ടായെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.